ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഷാജി പോപ്പൻ്റെയും പിള്ളേരുടെയും മൂന്നാം വരവ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ആട് 3 പാർട്ട് 1. അതെ ഗൈസ്, ഇത് ഒരു ഇൻ്റർവെൽ വരെ കണ്ട വൈബാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രൂവിനെ കുറിച്ച് പറയാം. റൈറ്റൻ ആൻഡ് ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ് ആൻഡ് പ്രൊഡ്യൂസഡ് ബൈ വിജയ് ബാബു, പിന്നെ വേണു കുന്നപ്പള്ളി. അതുപോലെ സിനിമാറ്റോഗ്രാഫി വന്നിട്ട് അഖിൽ ജോർജ്. എൻ്റെ മോനെ, അതായത് ഈ പറഞ്ഞ പോലെ പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും അങ്ങനെ മൂന്ന് ടൈം ലൈനിൽ നടക്കുന്ന സ്റ്റോറിയാണ് ഇവിടെ ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അത് അടിപൊളിയായിട്ട് വിഷ്വലി ഇപ്പോൾ എഡിറ്റിംഗ് ലിജോ പോളും, സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജുമാണ്. അവർ അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ VFX, അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി, സ്ക്രിപ്റ്റ്. എൻ്റെ മോനെ, നമ്മുടെ പഴയ ഒരു ഏകദേശം 8-9 വർഷമായില്ലേ ആട് 2 ഇറങ്ങിയിട്ട്, ഏകദേശം അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ പ്രസൻറ്റ് ആ ഒരു സംഭവം, ആ ഒരു ഹ്യൂമർ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ BGM, യെസ്, മ്യൂസിക് ഷാൻ റഹ്മാൻ്റെ നമ്മുടെ പാട്ടൊക്കെ ഓൾറെഡി ഹിറ്റാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാണ്, ഡൗൺ വിൻസെൻ്റ് പറഞ്ഞ ആളാണ് ചെയ്തിരിക്കുന്നത്. സംഭവം കിട്ടിലും. പിന്നെ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സും അവരുടെ എൻട്രി മ്യൂസിക്കും സംഭവങ്ങളൊക്കെ ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് കാണിക്കുന്ന സംഭവം, ഈ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം, ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതിൻ്റെ വിഷ്വലാണെങ്കിലും സെറ്റും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വരിക്കാശ്ശേരി മനയിലൊക്കെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ദിവസം മുന്നേ പോയുള്ളൂ. സംഭവം അടിപൊളിയായിട്ട് വിഷ്വലും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 1ലും 2ലും കണ്ട സെയിം സംഭവങ്ങൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ടൈപ്പ് കോമഡിയും എല്ലാം. പക്ഷേ കുറേ സംഭവങ്ങൾ പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചില സീനുകൾ അത് കൊള്ളാലോ എന്ന് തോന്നുന്നത്. അതുപോലെ ഡയലോഗുകൾ, എൻ്റെ മോനെ, കുറേ അടിപൊളി ഡയലോഗുകളും, ഈ പഞ്ച് ഡയലോഗ് ആണെങ്കിലും ട്രോൾ മെറ്റീരിയൽസ് ആണെങ്കിലും അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് പിന്നെ OTTയിൽ വന്നു കഴിഞ്ഞാൽ കുറേ ഉണ്ട് സംഭവം. ഓക്കെ, എനിവേ സിനിമ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് പ്രിഫറൻസ് 19-ാം തീയതി മാർച്ച് 19 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാണണം ആട് 3 ആണെന്ന് ഒരു കോൺസെപ്റ്റിലായിരുന്നു. കണ്ടു. എനിവേ നിങ്ങളെല്ലാവരും പോയി കാണുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.